ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും SR ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കൂട്ടുകാരുടെ മലയാളം പാഠപുസ്തകത്തിലെ ഒപ്പം ചിരിക്കാം ഓർത്തു ചിരിക്കാം എന്ന് പറയുന്ന പാഠഭാഗത്തിലെ ഒന്നാമത്തെ യൂണിറ്റായ വായുവില്ലാത്ത ലോകം എന്ന പാഠഭാഗത്തെക്കുറിച്ചാണ് പഠിക്കാനായിട്ട് പോകുന്നത്. വളരെ മനോഹരമായതും അതുപോലെ ഒരുമിച്ച് നമുക്ക് ചിരിക്കാൻ കഴിയുന്നതുമായ ഒത്തിരി കഥാഭാഗങ്ങളും കവിതാശകലങ്ങളും ഒക്കെ അടങ്ങിയതാണ് ഈ പാഠഭാഗം. അപ്പം നമുക്ക് പാഠഭാഗത്തേക്ക് കടക്കാം. പാഠഭാഗത്തിൻ്റെ ആദ്യം തന്നെ ഒരു മനോഹരമായൊരു ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. ചിത്രത്തിൽ എന്താണ് കൂട്ടുകാർക്ക് മനസ്സിലാകുന്നത്? ഒരു നായ ഒരു കുളത്തിന് അക്കരെ നിന്ന് കുരയ്ക്കുകയാണല്ലേ, അതിനെ കെട്ടിയിട്ടിരിക്കുകയാണ്. എന്നാൽ ഇങ്ങേക്കരയിൽ നിന്നുകൊണ്ട് ഒരു വയോധികനായ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ കുടക്കാല് വെച്ചിട്ട് ആ നായയെ വിരട്ടുന്നതാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അല്ലേ. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഉള്ളടക്കം നോക്കാം. മഴക്കാലം, പുഴ നിറഞ്ഞൊഴുകുന്നു. പുഴ കടക്കാനായി കടവെത്തിയ തോമസ് കണ്ടത് ആരെയോ അടിക്കാൻ കുടക്കാലൂങ്ങി പരിഭ്രമിച്ചു നിൽക്കുന്ന ശങ്കുണ്ണിയേട്ടനെയാണ്. കുടയുടെ ശീലയും കമ്പിയുമെല്ലാം താഴെ കിടപ്പുണ്ട്. കാര്യമന്വേഷിച്ച തോമസിനോട് ശങ്കുണ്ണിയേട്ടൻ പറഞ്ഞു, ദാ അക്കരയ്ക്ക് നോക്ക്, അവിടെ ഒരു നായ ഉറക്കെ കുരയ്ക്കുന്നത് കണ്ടില്ലേ? കഷ്ടകാലത്തിന് പുഴ ഇപ്പോൾ വറ്റിപ്പോവുകയും നായ ചങ്ങല പൊട്ടിക്കുകയും ചെയ്താൽ കടി കിട്ടും എന്ന് ഉറപ്പാ. ഒരു മുൻകരുതലാവാന്ന് തോന്നി. തോമസിന് ചിരിയടക്കാനായില്ല. ഈ കഥയിൽ നിന്ന് കൂട്ടുകാർക്ക് എന്തൊക്കെയാണ് മനസ്സിലാകുന്നത്? ഇതുപോലുള്ള ഏതെങ്കിലും കഥ കൂട്ടുകാർക്കറിയാമോ? കുഞ്ചൻ നമ്പ്യാരുടെ പല കവിതാശകലങ്ങളും നമ്മളിതുപോലെ കഥയാക്കി കഴിഞ്ഞാൽ ഇത്തരത്തിൽ നമുക്ക് ചിരിക്കാൻ കഴിയുമല്ലേ കൂട്ടുകാരെ? അതെ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നതും കുഞ്ചൻ നമ്പ്യാരുടെ ഒരു തുള്ളൽ പാട്ടാണ്. അത് നമ്മളെ ഏറെ ചിരിപ്പിച്ചിട്ടുള്ളതാണല്ലേ. അദ്ദേഹത്തിൻ്റെ ഒരു തുള്ളൽ പാട്ട് നമുക്ക് പാടി നോക്കാം. വായുവില്ലാത്ത ലോകം. മാരുത സഞ്ചാരമെല്ലാം അടങ്ങുക, കാരണം ദാരുണമായ ദേശാന്തരി. കൊത്തിച്ചമച്ച മരപ്പാവകൾ പോലെ മർത്യജനങ്ങൾക്കിളക്കമില്ലാതെയായി. ഉണ്ടിരിക്കുന്നവൻ വായും തുറന്നങ്ങ് മിണ്ടാതിരുന്നാനുരുളയും കൈക്കൊണ്ടു. കണ്ടിരിക്കുന്നവൻ കണ്ണും തുറന്നങ്ങ് തണ്ടികപ്പാവയെ പോലെ ഇരുന്നിടുന്നു. മുണ്ടുടുക്കുന്നവൻ രണ്ടു കരം കൊണ്ട് മുണ്ടും ഞൊറിഞ്ഞു പിടിച്ചു നിന്നിടുന്നു. തണ്ടെടുത്തും കൊണ്ട് മണ്ടുന്നവനെപ്പൊരു കുണ്ടിൽ മറിഞ്ഞു കിടന്നാൽ തടി പോലെ. മുങ്ങിക്കിടക്കുന്നു വെള്ളത്തിലും ചിലർ പൊങ്ങുന്നതിന് മുൻപ് വായു ശമിക്കയാൽ. എണ്ണ തേക്കുന്നവർ അപ്പാടിയിരിക്കുന്നു, കണ്ണെഴുതുന്നവർ അങ്ങനെ പാർക്കുന്നു. കഞ്ഞിക്കോരിക്കുടിപ്പാൻ തുടങ്ങുന്നവൻ മുന്നിയും താഴ്ത്തിയിട്ടനങ്ങാതിരിക്കുന്നു. പാട്ടുപാടുന്നവർ കയ്യും ചെവിക്കൽ വച്ചൊട്ടുവായും പിളർന്നങ്ങനെ നിൽക്കുന്നു. മദ്ദളം കൊട്ടുന്ന വിദ്വാൻ കഴുത്തില മദ്ദളമിട്ടുകൊണ്ടങ്ങനെ നിൽക്കുന്നു. പറ്റു വിളിക്കും കുഴൽക്കാരൻ അന്നേരം തെറ്റൊന്നു കാലും കവച്ചു നിന്നിടുന്നു. എത്രയും വിസ്മയം സർവജനങ്ങളും ചിത്രമെഴുതിയ പോലെ കാണായി വന്നു. എത്രയും വിസ്മയം സർവജനങ്ങളും ചിത്രമെഴുതിയ പോലെ കാണായി വന്നു. ധ്രുവചരിതം ശീതങ്കൻ തുള്ളലിൽ നിന്നെടുത്ത കുഞ്ചൻ നമ്പ്യാരുടെ ചെറിയൊരു ഭാഗമാണ് നമ്മളിന്ന് വായിച്ചു കേട്ടത്. എന്താണ് കൂട്ടുകാർക്ക് ഇതിൽ നിന്ന് മനസ്സിലായത്? ഒരിക്കൽ വായിച്ചാൽ ഒന്നും തന്നെ മനസ്സിലാവാത്ത കുഞ്ചൻ നമ്പ്യാരുടെ കവിതകളാണ് പലതും. ഒരു നിമിഷം നമ്മുടെ ലോകത്തിൽ വായു നിലച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളകത്തോട്ട് വലിക്കുന്ന ശ്വാസം നിലച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത് എന്നാണ് കവി ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ്? ഒരൊറ്റ നിമിഷത്തേക്ക് വായു സഞ്ചാരമില്ലാതെ ലോകം അടങ്ങിക്കഴിഞ്ഞാൽ എല്ലാ മനുഷ്യരും കൊത്തിച്ചമച്ച മരപ്പാവകൾ പോലെ ആയിത്തീരുമെന്ന് കവി പറയുന്നു. എങ്ങനെയാണ് ഈ മരപ്പാവകൾ പോലെ ഇരിക്കുന്നത്? ഉണ്ണുന്നവൻ, എന്തെങ്കിലും ആഹാരം കഴിക്കുന്നവൻ വായും തുറന്ന് അങ്ങനെ ഉരുളയും കയ്യിൽ വെച്ചുകൊണ്ട് മിണ്ടാതെ ഇരിക്കുന്നു. ഇനി ആ കഴിക്കുന്നത് കണ്ടിരിക്കുന്ന വ്യക്തിയാകട്ടെ, അവൻ കണ്ണും തുറന്ന് ഒരു തണ്ടിക പാവയെ പോലെ അങ്ങനെ ഇരിക്കുകയാണ്. അടുത്ത് മുണ്ടുടുക്കുന്നവനോ രണ്ട് കൈ കൊണ്ടും മുണ്ട് ഞൊറി പിടിച്ചുകൊണ്ട് അങ്ങനെ തന്നെ നിൽക്കുകയാണ്. തണ്ടെടുത്തുകൊണ്ട് മണ്ടുന്നവനെ പോലെ കുണ്ടിൽ മറിഞ്ഞു കിടക്കുന്നവൻ തടി പോലെ
അതുപോലെ വെള്ളത്തിൽ ചിലർ മുങ്ങിക്കിടക്കുന്നു. അത് പൊങ്ങുന്നതിന് മുൻപേ വായു നിന്നു പോയത് കൊണ്ടാണ് അവരങ്ങനെ കിടക്കുന്നത്. അടുത്ത് നോക്കിയേ, എണ്ണ തേച്ചവരൊക്കെ എങ്ങനെ ഇരിക്കുന്നു? അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. കണ്ണെഴുതിയവരോ അവരും അങ്ങനെ ഇരിക്കുന്നു. കഞ്ഞി കോരി കുടിക്കാൻ വേണ്ടി തുടങ്ങുന്നവനോ അവൻ മുഖവും താഴ്ത്തി അങ്ങനെ അനങ്ങാതിരിക്കുകയാണ്. പാട്ട് പാടുന്നവനാകട്ടെ കൈ ചെവിക്കൽ കൊണ്ടുവച്ചിട്ട് വാ പിളർന്ന് അങ്ങനെ ഇരിക്കുകയാണ്. മദ്ദളം കൊട്ടുന്ന വിദ്വാനോ അവൻ കഴുത്തിൽ മദ്ദളം ഇട്ടുകൊണ്ട് അങ്ങനെ തന്നെ നിൽക്കുന്നു. പറ്റുകുളിക്കുന്ന കുഴൽക്കാരനും അവനും അങ്ങനെ തന്നെ നിൽക്കുകയാണ്. എത്ര വിസ്മയമാണല്ലേ! ലോകത്തിലെ എല്ലാ ജനങ്ങളും ഇങ്ങനെ ചിത്രം വരച്ചതുപോലെ നിൽക്കുന്നത് കാണാൻ എത്ര വിസ്മയമെന്നാണ് കവി ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ കവിതാശകലം പഠിച്ചു കഴിഞ്ഞു, അതിൻ്റെ ഉള്ളടക്കവും നോക്കി. ഇനി നമുക്ക് കൂട്ടുകാരുടെ പാഠഭാഗത്തിലുള്ള ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ഈണം കണ്ടെത്തി ചൊല്ലാം. കവിതയ്ക്ക് യോജിച്ച ഈണം നൽകി ഗ്രൂപ്പുകളായി ഉറക്കെ ചൊല്ലൂ. ചൊല്ലുമ്പോൾ എല്ലാവരും ചേർന്ന് താളം പിടിക്കുമല്ലോ അല്ലേ? ഈ കവിതാഭാഗം തുള്ളൽ രീതിയിൽ ചൊല്ലാനും ശ്രമിക്കണം കേട്ടോ. രണ്ടാമത്തെ ചോദ്യം, അക്ഷരകിലുക്കം. ഉണ്ടിരിക്കുന്നവൻ വായും തുറന്നങ്ങ് മിണ്ടാതിരുന്നാൻ ഉരുളയും കൈക്കൊണ്ടു. കണ്ടിരിക്കുന്നവൻ കണ്ണും തുറന്നൊരു തണ്ടികപ്പാവയെ പോലെ ഇരുന്നിടുന്നു. അടിവരയിട്ട പദങ്ങളുടെ പ്രത്യേകത എന്താണ്? പാഠഭാഗത്തിൽ ഇതേ പ്രത്യേകതയുള്ള അക്ഷരങ്ങൾ ആവർത്തിച്ചു വരുന്ന മറ്റു വരികൾ കൂട്ടുകാർ നോട്ട്ബുക്കിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അടുത്തു നോക്കി, നിറച്ചാർത്ത്. കുഞ്ചൻ നമ്പ്യാർ വാക്കുകൾ കൊണ്ടുണ്ടാക്കിയ കുറേ ചിത്രങ്ങളാണ് വായുവില്ലാത്ത ലോകം എന്ന കവിതാഭാഗത്ത് നമ്മൾ പഠിച്ചത്. നമുക്ക് അവയിൽ പലതിനെയും വർണ്ണചിത്രങ്ങളാക്കാൻ കഴിയില്ലേ? കഴിയും. ഈ വരികളെ അടിസ്ഥാനമാക്കി ചിത്രം വരയ്ക്കാം. കൂട്ടുകാർ വരച്ച ചിത്രങ്ങൾക്ക് താഴെ അതിൻ്റെ വരിയും എഴുതണം കേട്ടോ. ദാ ഇവിടെ നോക്കിയേ, ഇവിടെ നമ്മളൊരു ചിത്രം വരച്ചിട്ടുണ്ടല്ലേ. ഇതിൽ എന്താണ്? മുണ്ടുടുക്കുന്നവൻ 2 കരം കൊണ്ട് മുണ്ടും ഞൊറിഞ്ഞ് അങ്ങനെ പിടിച്ചു നിൽക്കുകയാണ്. അടുത്ത് നോക്കിയേ, ചിരി വരുന്ന വഴി. താഴെ കൊടുത്ത കവിതാഭാഗങ്ങളിൽ നിങ്ങളെ ചിരിപ്പിക്കുന്ന വരികൾ കണ്ടെത്താൻ ശ്രമിക്കൂ. ഒന്നാമത്തേത്, ചെമ്പിച്ച താടിയും മീശയും കേശവും അമ്പിച്ച കൈകളിൽ വില്ലും ശരങ്ങളും ചെമ്പരത്തിപ്പൂ കണക്കെ നേത്രങ്ങളും അമ്പിളി പോലെ വളഞ്ഞുള്ള പല്ലുകൾ. ഇതിലേതാണ് കൂട്ടുകാരെ ചിരിപ്പിച്ച വരികൾ? അമ്പിളി പോലെ വളഞ്ഞുള്ള പല്ലുകൾ. അടുത്ത് രണ്ടാമത്തേത്, ഉരുളികൾ കിണ്ടികളൊക്കെ ഉടച്ചു ഉരലു വലിച്ചു കിണറ്റിൽ മറിച്ചു ചിരവയെടുത്ത തീയിലരിച്ചു അരക്കല്ലങ്ങ് കുളത്തിലെറിഞ്ഞു. ഇതിൽ ഉരുളികൾ കിണ്ടികളൊക്കെ ഉടച്ചു. അടുത്ത് നോക്കിയേ, ആസ്വാദനം എഴുതാം. കൂട്ടുകാരെ, വായുവില്ലാതായപ്പോൾ എന്ന കവിതയിലെ എന്തെല്ലാം കാര്യങ്ങളാണ് കൂട്ടുകാരുടെ മനസ്സിൽ തട്ടിയത്? താളഭംഗി, വിവിധ ദൃശ്യങ്ങൾ, ഇനിയും എന്തെല്ലാം ചർച്ച ചെയ്ത് കൂട്ടുകാർ ഒരാസ്വാദനം തയ്യാറാക്കുക. കടങ്കഥകളുടെ ലോകം. വായുവില്ലാതായപ്പോൾ എന്ന കവിതയിൽ അക്ഷരങ്ങളുടെ ആവർത്തന ഭംഗി കണ്ടല്ലേ? താഴെ കൊടുത്ത കടങ്കഥകളിലും ഈ പ്രത്യേകതകൾ കാണുന്നുണ്ടോ? നോക്കിയേ, കണ്ടം കണ്ടിരിക്കും തുണ്ടം പോലും തിന്നില്ല. ഇലയില്ലാത്തൊരു പൂവില്ലാത്തൊരു കായില്ലാത്തൊരു കരിവള്ളി. ചിത്രം നോക്കിയിട്ട് ഈ ചിത്രത്തിലെ കടങ്കഥകൾ കൂട്ടുകാർ കണ്ടെത്തിയേ. എഴുതാം. 1. അടിച്ചു വാരിയ മുറ്റത്ത് വാരിയെറിഞ്ഞ മണൽത്തിരികൾ, നക്ഷത്രങ്ങൾ. 2. അറ്റത്തുണ്ടൊരു കൊട്ടത്തേങ്ങ തച്ചു പൊളിക്കാൻ കത്തിയാളില്ല, ഉത്തരം അമ്പിളിമാമൻ. 3. ആ പോയി ഈ പോയി കാണാനില്ല, മിന്നാമിനുങ്ങ്. 4. ആന കയറാമല ആടു കയറാമല 1000 കാന്താരി പൂത്തിറങ്ങി, ഉത്തരം ആകാശത്തിലെ നക്ഷത്രങ്ങൾ. 5. 1000 കുറിയരി അതിലൊരു നെടിയരി, നക്ഷത്രങ്ങളും ചന്ദ്രനും. അപ്പോൾ കൂട്ടുകാരെ, നമ്മളിന്ന് 2ാമത്തെ യൂണിറ്റിലെ 1ാമത്തെ ഭാഗമാണ് പഠിച്ചത്, വായുവില്ലാത്ത ലോകം. കൂട്ടുകാർക്ക് കവിത ഇഷ്ടമായോ? പാഠഭാഗത്തിൽ ചോദ്യോത്തരങ്ങളൊക്കെ എഴുതിയായിരുന്നു. അപ്പോൾ കൂട്ടുകാർക്ക് ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒരുമിച്ച് കാണാം. താങ്ക്